الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹമുള്ള സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ലോകരക്ഷിതാവും പ്രപഞ്ചങ്ങളുടെ പരിപാലകനുമായ അല്ലാഹുവിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരോടുമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റഹ്മാനുമായ നാഥൻ നമ്മുടെ ഒരുമിച്ച് കൂടലിനെ നാളെ പരലോകത്ത് പുണ്യം ലഭിക്കുന്ന അമലുകൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസ് ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മിലെ രോഗികൾക്ക് ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, പ്രത്യേകമായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത നമ്മുടെ ഒരു സഹോദരനും സഹോദരിയുമുണ്ട്. പൈസയിലാണ് ഒരു സഹോദരി എന്നാണ് അറിഞ്ഞത്. നമ്മുടെ പ്രാർത്ഥനകളിലും അതേപോലെ തന്നെ റഹ്മാനായ റബ്ബുമായി നമ്മൾ ചെലവിടുന്ന സമയങ്ങളിലും ആ സഹോദരിയുടെയും സഹോദരന്റെയും കാര്യം പ്രത്യേകം ഉണ്ടാവണം. അല്ലാഹു എല്ലാവർക്കും മാനസികവും ശാരീരികവുമായ ശിഫ പ്രദാനം ചെയ്യുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതവും ആ ജീവിതം നൽകുന്ന സന്ദേശവുമാണ് ഏതാനും ചില ആയത്തുകളുടെയും ഹദീസുകളുടെയും പിൻബലത്തോടുകൂടി ഇന്ന് വിശദീകരിക്കുന്നത്. റഹ്മാനായ നാഥൻ അവന്റെ ദീൻ യഥാവിധി കേൾക്കുകയും അത് പകർത്തുകയും ചെയ്യുന്ന മഹാഭാഗ്യവന്മാരിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിന് പ്രത്യേകതയുണ്ട്. അവർ നമ്മളെ പോലെയുള്ള ആളുകളല്ല. ഒരുപാട് ശ്രേഷ്ഠതകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, അസ്വഹാബി കന്നുജൂം, എന്റെ സ്വഹാബികൾ നക്ഷത്രങ്ങളെ പോലെയാണ്. വലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സ്വഹാബത്തിനെ ചീത്ത പറയാൻ പാടില്ല. ഫവല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കൈകളിലാണോ അവൻ തന്നെയാണ് സത്യം, അഥവാ അല്ലാഹു തന്നെയാണ് സത്യം. ലൗ അന്ന അഹദകും അൻഫഖ മിസ്ല ഉഹദിൻ ദഹബ, നിങ്ങളിൽ ഒരാൾ ഉഹദ് മലയോളം സ്വർണം ദാനം ചെയ്യുന്നതിന്റെ കൂലി അത് എത്രയുണ്ടോ ആ കൂലി എന്റെ സഹാബികൾ എത്ര ചെയ്താൽ മതി? മുദ്ദ അഹദിഹിം വലാ നസീഫിഹി, ഒരു മുദ്ദ് എന്റെ സഹാബത്ത് ദാനധർമ്മം ചെയ്തതിന്റെ കൂലി നിങ്ങൾ ഉഹദ് മലയോളം സ്വർണം ചെയ്തതിന്റെ കൂലിയുമായി താരതമ്യമുണ്ട്, സാമ്യമുണ്ട് എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. നമ്മൾ സഹാബികളുടെ ഒരു മുത്ത്
ഒരു കൈക്കോരൻ, അതിന്റെ അത്ര കൂലി ലഭിക്കണമെങ്കിൽ നമ്മൾ എത്ര ദാനം ചെയ്യണം? ഒരു ഉഹദ് മലയോളം സ്വർണം നമ്മൾ ദാനം ചെയ്തെങ്കിൽ മാത്രമേ സഹാബികളുടെ ആ പ്രതിഫലത്തോട് തുല്യപ്പെടാൻ കഴിയുകയുള്ളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ സഹോദരങ്ങളെ, ആ സഹാബികളുടെ ശ്രേഷ്ഠതയും അവർ നമ്മളെ പോലെയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും കേൾക്കാനും അതേപോലെ തന്നെ മുസ്ലിമായി ജീവിക്കുവാനും അവർക്ക് ഭാഗ്യം ലഭിച്ചു. അവരാണല്ലോ സഹാബികൾ. പ്രവാചകന്റെ കാലഘട്ടത്തിൽ ജീവിച്ചാൽ മാത്രം പോരാ, പ്രവാചകനെ കേട്ടാൽ മാത്രം പോരാ. എന്നാലോ അങ്ങനെയാണെങ്കിൽ അബൂജഹൽ സഹാബിയാണെന്ന് വരും, അതേപോലെ തന്നെ അബൂ ത്വാലിബ് സഹാബിയാണെന്ന് വരും. എന്നാൽ അവരാരും സഹാബികളല്ല. പിന്നെ ആരാണ് യഥാർത്ഥത്തിലുള്ള സഹാബികൾ? അവർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരാനുള്ള ഭാഗ്യം സിദ്ധിച്ചു, പ്രവാചകനെ കേൾക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു, പ്രവാചകൻ അനുസരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചു. അവരാണ് സഹാബികൾ. ആ സഹാബികളിൽ തന്നെ പിന്നെയും മർത്തബകളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിത കാലഘട്ടത്തിൽ തന്നെ ചില ആളുകളോട് പറഞ്ഞു, അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിത കാലഘട്ടത്തിൽ തന്നെ എണ്ണി പറഞ്ഞു, അബൂബക്കർ സ്വർഗത്തിലാണ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഉമർ സ്വർഗത്തിലാണ്. 10ഓളം വരുന്ന സഹാബികൾക്ക് ഈ ഒരു ശ്രേഷ്ഠത കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ. ജീവിത കാലഘട്ടത്തിൽ തന്നെ അവർ സ്വർഗാവകാശികളാണ് എന്ന് പ്രത്യേകമായി പേരെടുത്തു പറയുകയുണ്ടായി. ആ പേരെടുത്തു പറഞ്ഞ സഹാബികളിൽ ഏറ്റവും മഹോന്നതനായ ഒരു സഹാബിയാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. നമുക്കറിയാം, ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ കിതാബിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശ്രേഷ്ഠത പറയാൻ, കാന മിൻ റുഅസാഇ ഖുറൈശിൻ ഫിൽ ജാഹിലിയ്യ, ജാഹിലിയ്യ കാലഘട്ടത്തിൽ തന്നെ മുശ്രിക്കുകളുടെ നേതാക്കന്മാരിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. വഅമിലു മുശാവറത്തിഹി, മുശാവറ കൊടുക്കുന്ന ഏതൊരു ഉമ്മത്തിനും നേതൃത്വം കൊടുക്കുന്ന ആളുകളുണ്ടാവും, ഏതൊരു നാട്ടിലും അങ്ങനെ ഉണ്ടാവും. ആ ആളുകളിൽപ്പെട്ട മക്കയിലെ പ്രമാണിമാരിൽപ്പെട്ട ഒരു കൂടിയാലോചന സമിതികളിൽപ്പെട്ട ഒരാളാണ് അദ്ദേഹം. മാത്രവുമല്ല, കാര്യങ്ങളെ കൃത്യമായി വിവച്ഛേദിച്ചു മനസ്സിലാക്കി അതിന്റെ നേട്ടങ്ങളും കോട്ടങ്ങളും വിവച്ഛേദിച്ചു മനസ്സിലാക്കി വേർതിരിക്കാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. അങ്ങനെ ഇസ്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു വന്നപ്പോൾ അദ്ദേഹം ഇസ്ലാമിലേക്ക് വന്നു. ആ ശ്രേഷ്ഠത മുസ്ലിമീങ്ങളും അദ്ദേഹത്തിന് വകവെച്ചു കൊടുക്കുകയുണ്ടായി. മാത്രമല്ല സഹോദരങ്ങളെ, ജാഹിലിയത്തിൽ ഒരുപാട് കൊള്ളരുതായ്മകളുണ്ട്. എന്താ കൊള്ളരുതായ്മകൾ? അവർ കള്ളുകുടിക്കുന്ന ആളുകളാണ്. അവരുടെ കള്ളുകുടിയുടെ ഉദാഹരണം കിതാബുകളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഒരു മനുഷ്യൻ എന്ത് ചെയ്യുന്നു? കള്ളുകുടിച്ച് ബോധം കെട്ട് കിടക്കുന്നു. അങ്ങനെ അപ്പുറത്തൊരു മലമുണ്ട്, ഒരു വിസർജ്യ വസ്തുവുണ്ട്, അത് വാരുന്നു. അങ്ങനെ മുഖത്തോടടുപ്പിക്കുന്നു. അതിന്റെ മണം കേൾക്കുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു? അതിനെ താഴേക്ക് കാടുന്നു. വീണ്ടും അദ്ദേഹം ആ മലം വാരുന്നു. ഇങ്ങനെ വൃത്തികേടുകൾ നിറഞ്ഞ ഒരു ചീത്ത സ്വഭാവമാണ് മദ്യം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് കഴിയുമെങ്കിൽ മുന്തിരിവള്ളിയുടെ കീഴെ എണ്ണ കൊണ്ടുപോയിട്ട് നിങ്ങൾ മറമാടണം. എന്റെ നുരുമ്പിയ എല്ലുകൾക്ക് ആ മുന്തിരിച്ചാറ് കുടിച്ചൊന്ന് ഉഷാറാമല്ലോ എന്ന് വസിയത്ത് എഴുതി വെച്ച കവികൾ പോലും ഉണ്ടായിട്ടുണ്ട്. അത്രമാത്രം മദ്യത്തിന് അവരുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിട്ടുണ്ട്. മറ്റൊന്നാണെന്ത്? അവർക്ക് പെൺകുട്ടികളാണ് പറഞ്ഞതെങ്കിൽ അവർക്ക് വലിയ അപമാനമാണ്. അവർ ജീവിക്കാൻ സമ്മതിക്കുകയില്ല. അന്നത്തെ കാട്ടറബിയുടെ ഒരു സ്വഭാവമാണ്. ഇന്നും ആ കാട്ടറബികൾ നമുക്കിടയിലുണ്ട് അല്ലേ? ഇന്ന് സംവിധാനങ്ങളുണ്ടല്ലോ, ആണാണോ പെണ്ണാണോ എന്ന് തിരിച്ചറിയാൻ. എത്രത്തോളം പെണ്ണാണെന്ന് പറഞ്ഞാൽ അപമാനഭാരത്താൽ അവർ കൊന്നുകളയുകയില്ല. ജീവിക്കാനെങ്കിലും എന്ത് ചെയ്യും? അന്നത്തെ കാട്ടറബി അവസരം കൊടുക്കും. ഇന്നത്തെ കാട്ടറബി ജീവിക്കാൻ തന്നെ അവസരം കൊടുക്കില്ല. ശുദ്ധകുറാൻ പറഞ്ഞില്ലേ, പരലോകത്ത് കൊണ്ടുവരപ്പെടും റഹ്മാനായ ഉപ്പ, നിങ്ങൾ എന്തിനായി എന്നെ കൊന്നത് അല്ലേ? കഴുത്തു ഞെരിച്ച ആ ഒരു രക്തക്കട്ടയെ എന്ത് ചെയ്യുന്നു? നശിപ്പിച്ച് കളയുന്ന കാപാലികരെ റഹ്മാനായ റബ്ബിന്റെ വിചാരണയുടെ കോടതിയിൽ കയറ്റി നിർത്തി മക്കളെ കൊണ്ടുവരും. എന്നിട്ട് റഹ്മാനായ റബ്ബിന്റെ കോടതിയല്ലേ, അവിടെ ഒരു അശേഷം പോലും ഒരു പത്തി ഒരു കഷ്ണം പോലും ഒരാൾക്കും നീതി നിഷേധിക്കപ്പെടുകയില്ല. കൊമ്പില്ലാത്ത ആടിനെ കൊണ്ട്
കൊമ്പ് കൊടുത്ത് കുത്തിച്ചിട്ട് അത്രമാത്രം നീതി നടപ്പിലാക്കപ്പെടുന്ന ഒരു കോടതിയിൽ കഴുത്തു ഞെരിച്ച് കൊല്ലപ്പെടുത്തിയ സ്വന്തം ഭാര്യയുടെ ഗർഭാശയത്തിൽ മരുന്ന് കുത്തിവെച്ചും അതല്ലാതെയും കൊന്ന പിതാക്കന്മാരെ കോടതി കൂട്ടി കയറ്റി നിർത്തിയിട്ട് ചോദ്യം ചെയ്യും റബ്ബ്. ചോദ്യം ചെയ്യപ്പെടും. ഉപ്പ, ഞാൻ എന്തു പാപം ചെയ്തിട്ടാണ് എന്നെ കൊന്നത്? ഉപ്പ, എന്നെ എന്തു പാപം ചെയ്തിട്ടാണ് നിങ്ങൾ കൊന്നുകളഞ്ഞത് എന്ന് റഹ്മാനായ റബ്ബ് വിധിന്യായം പറയുന്ന ഒരു അവസ്ഥ അങ്ങനെയുള്ള ആളുകൾക്ക് വരാനുണ്ട് എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആനിൽ കാണാൻ കഴിയും. അതുമാത്രമല്ല സഹോദരങ്ങളെ, നീണ്ടു നിൽക്കുന്ന കലാപങ്ങൾ, രണ്ട് തിന്മകൾ, പ്രധാനപ്പെട്ട തിന്മകൾ പറഞ്ഞു. പിന്നെയോ യുദ്ധപ്രിയർ, കലഹപ്രിയർ, ബഹളമുണ്ടാക്കുന്നതിൽ വളരെയധികം താല്പര്യമുള്ള ആളുകൾ. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ജീവിച്ച മനുഷ്യന്മാരിൽ വളരെ വിരലിലെണ്ണാവുന്ന ആളുകൾ മാത്രമാണ് അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് മാറി നിന്നത്. ഒരിക്കൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, അദ്ദേഹം ഒരു തുള്ളി മദ്യം സേവിച്ചിട്ടില്ല. ഇസ്ലാമാകുന്നതിന് മുമ്പുള്ള ഒരു അവസ്ഥയാണ് ഈ പറയുന്നത്. അദ്ദേഹം കള്ളു കുടിച്ചിട്ടില്ല. അപ്പോ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് അങ്ങ് കള്ളു കുടിക്കുന്നില്ല? ജാഹിലിയ്യ കാലഘട്ടത്തിൽ അങ്ങ് എന്തുകൊണ്ട് കള്ളു കുടിച്ചില്ല എന്ന് പറയുമ്പോൾ, അന്ന് കള്ളു കുടിക്കാത്ത ആളൊരു മോശക്കാരനാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീധനം വാങ്ങാത്തവൻ ഒന്നിനും പറ്റാത്ത ആള് എന്ന് പറയുന്നത് പോലെ അന്ന് കള്ളു കുടിക്കാത്ത മനുഷ്യന്മാരെന്താണ് ഒന്നിനും പറ്റാത്ത ഒരു ആണേ അല്ല എന്ന രൂപത്തിലുള്ള ചിന്താഗതിയും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നിങ്ങൾ എന്തുകൊണ്ട് കള്ളു കുടിക്കുന്നില്ല? അദ്ദേഹം പറയുന്നു, ഞാൻ എന്റെ മനുഷ്യത്വം, അല്ലേ, കള്ളു ഉള്ളിലേക്ക് വരുമ്പോഴാണ് ഒരു മനുഷ്യനെ കൊല്ലാൻ തോന്നുന്നത്, സ്വന്തം മാതാവിനെ വ്യഭിചരിക്കാൻ തോന്നുന്നത്, സ്വന്തം പെങ്ങളെ വ്യഭിചരിക്കാൻ തോന്നുന്നത്, പറയാൻ പാടില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്നത് ഈ ദ്രാവകം വയറ്റിലേക്ക് ചെല്ലുമ്പോഴാണ്. അദ്ദേഹം പറയാണ്, ഞാൻ മനുഷ്യത്വം, എന്റെ അഭിമാനം ഞാൻ കാത്തു സൂക്ഷിക്കുന്നു, എനിക്കത് വളരെ പ്രിയപ്പെട്ടതാണ്, അത് നശിപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ജാഹിലിയ്യ കാലഘട്ടത്തിലും മാന്യനായ ഒരു വ്യക്തിത്വമായിരുന്നു മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറയാനാണ് ഞാൻ ഈ ഉദാഹരണം പറഞ്ഞത്. അത് മാത്രമല്ല, അദ്ദേഹം ഒരു ബിംബത്തെയും ആരാധിച്ചിരുന്നില്ല. അദ്ദേഹത്തിന്റെ പിതാവ് ഒരിക്കൽ ഇദ്ദേഹത്തിന് ഒരു പക്വത വന്നപ്പോ ഖുഹാഫ എന്ന് പറയുന്ന സ്വന്തം പിതാവിന്റെ ഒരു മുറിയിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് കാണിച്ചു കൊടുത്തു, ഇനി മുതൽ ഇത് എന്റെ വിഗ്രഹങ്ങളാണ്. എന്നിട്ട് വാപ്പ പുറത്തിറങ്ങി മകനെ പരിചയപ്പെടുത്തി കൊടുത്തു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിചയപ്പെടുത്തി കൊടുത്തു, ഇത് എന്റെ വിഗ്രഹങ്ങളാണ്, ഇനി നീ ഇവയെ ആരാധിക്കണം, ഇവയുടെ കാര്യങ്ങളിൽ നീ ജാഗ്രത കാണിക്കണം എന്ന് പറഞ്ഞപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്ത്? ആദ്യം ചോദിച്ചത്, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം എന്താ? തുറിച്ചു നോക്കുന്ന വിഗ്രഹങ്ങളോട് പറയാനുണ്ട്, എനിക്ക് വിശക്കുന്നു, ഭക്ഷണം കൊണ്ടാ? മിണ്ടുന്നില്ല. രണ്ടാമത് ചോദിച്ചു, എനിക്ക് വസ്ത്രം എന്താ? നല്ല വസ്ത്രം എനിക്ക് കൊടുക്കണം, എനിക്ക് വസ്ത്രത. അതിനും ജവാബില്ല എന്ന് കണ്ടപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞു, ഒരു വലിയൊരു പാറക്കല്ലെടുത്തിട്ട് ഈ വിഗ്രഹങ്ങളുടെ തലയിലേക്ക് കൊണ്ടുവന്നിട്ടു. ഒരു വലിയൊരു പാടല്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ത് ചെയ്തു? എല്ലാ വിഗ്രഹങ്ങളെയും തകർത്ത് കളഞ്ഞു. എന്നിട്ടോ വലിയ വിഗ്രഹത്തിന്റെ കഴുത്തിൽ മഴു തൂക്കിയിട്ടു. ചിന്തിക്കുന്ന ആൾക്ക് അത്ര മതി. ജാരങ്ങളും മക്കബറുകളും പുണ്യപുഷ്പങ്ങളും അതേപോലെ തന്നെ ആൾത്തറകളും ഒരു മനുഷ്യനും ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്നതിന് പ്രമാണമുണ്ട്. എന്താ പ്രമാണം? മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം എല്ലാ കുട്ടി വിഗ്രഹങ്ങളെയും തകർത്തു. വലിയ വിഗ്രഹത്തിന്റെ തോളിൽ കൊണ്ടുപോയിട്ട് കോടാലി തൂക്കി. എന്നിട്ടോ ജനമാകെ ഇളകി വന്നു. അവർ ആരാധിച്ചിരുന്ന, അവർ പ്രാർത്ഥിച്ചിരുന്ന, സങ്കടങ്ങൾ പറയുന്ന വിഗ്രഹങ്ങളെ തകർത്തെറിഞ്ഞപ്പോ ആർക്കാണ് രോഷം വരാത്തത്? അവർ ഇളകി വന്നിട്ട് പറഞ്ഞു, ദാ ഒരു ചെറുപ്പക്കാരനുണ്ട്, പാരമ്പര്യങ്ങളെ തള്ളിക്കളയുന്ന, ബാപ്പപിതാക്കന്മാരുടെ പാരമ്പര്യങ്ങളെ തള്ളിക്കളയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അപ്പോഴ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ കൊണ്ടുവന്നു. എന്നിട്ട് ചോദിച്ചു, ഇബ്രാഹിമെ, നീയാണോ ഇത് ചെയ്തത്? കുട്ടരെ, എനിക്ക് നാണമില്ലേ? അതാ വലിയ ദൈവത്തിന്റെ കഴുത്തിലല്ലേ കോടാലി തൂങ്ങുന്നത്? അദ്ദേഹത്തിന്റെ ചുറ്റിലുമുള്ള ആ ഒരു വിഗ്രഹങ്ങളല്ലേ തകർത്തത്? അയാളോട് ചോദിച്ചു നോക്കി. ജനങ്ങൾ തലതാഴ്ത്തി നിന്നു എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോ ഇതാണ് ബഹുദൈവാരാധകരുടെ അവസ്ഥ. ചോദ്യങ്ങൾക്ക് അവർക്ക് ഉത്തരമില്ല. അവസാനം അവർ എന്തുകൊണ്ടാണ് ഓട്ടയടക്കാറ്? നിങ്ങൾ പഴച്ചവരാണ്,
നിങ്ങൾ പിഴച്ചുപോയവരാണ്, അതേപോലെ തന്നെ പാരമ്പര്യങ്ങളെ തള്ളിക്കളയുന്ന ആളുകളാണ്. അപ്പൊ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു എന്ത് ചെയ്തു? ഈ വിഗ്രഹങ്ങളെ തകർത്ത് കളഞ്ഞു. അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ ഇതുവരെ ഒരു വിഗ്രഹത്തിന്റെ മുമ്പിൽ പോയിട്ട് ഒരു പ്രാർത്ഥന നടത്തുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടായിട്ടില്ല. ഇതുകൊണ്ട് തന്നെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു മനസ്സിന് ഒരു അംഗീകാരം കൊടുത്തു. എന്താ കൊടുത്തത്? ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും, അല്ലാഹു എന്നെ റസൂലായി നിയോഗിച്ചപ്പോ നിങ്ങളുടെ ഓരോ ആളുകളുടെ അടുക്കലേക്കും ഞാൻ വന്നു. ഫഖുൽതും, അപ്പോൾ നിങ്ങളൊക്കെ പറഞ്ഞു, കദബത, നീ നുണയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ആദർശത്തിൽ സംശയിക്കാത്ത ഒരാളും ഉണ്ടായിട്ടില്ല. വഖാല അബൂബക്കർ, എന്നാൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്താ? സ്വദഖ, നീ സത്യമാണ് പറഞ്ഞത്, നീ സത്യമാണ് പറഞ്ഞത്. ആ പറഞ്ഞതിൽ എന്ത് ചെയ്തിട്ടില്ല? ഒരു എതിർപ്പില്ലാതെ കടന്നു വന്ന ഒരേ ഒരു വ്യക്തിത്വം അത് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സർട്ടിഫിക്കറ്റ് കൊടുത്തു. അത് മാത്രമാണോ? മാ നഫഅനി മാല അബൂബക്കർ, എനിക്കൊരു മുതലും ഉപകാരപ്പെട്ടിട്ടില്ല അബൂബക്കറിന്റെ മുതൽ പോലെ, അബൂബക്കറിന്റെ സമ്പാദ്യം പോലെ എനിക്ക് ഉപകാരപ്പെട്ട ഒരു സമ്പാദ്യവും ഉണ്ടായിട്ടില്ല എന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. എത്രത്തോളം എന്നും പറഞ്ഞാൽ എല്ലാവരും കൈകൊട്ടി ചിരിച്ചു. മുസ്ലിമീങ്ങളിൽ തന്നെ തഹയ്യുറായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താ? ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്കും 3 മാസത്തിൽ പിന്നാലും സമയമെടുത്ത് യാത്ര ചെയ്ത് എത്തേണ്ടുന്ന ഫിലസ്തീനിലെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഒരൊറ്റ രാത്രി കൊണ്ട് എത്തി. അവിടെ നിന്ന് അങ്ങോട്ട് ഏതാനാകാശത്തേക്ക് പോയി പിറ്റേന്ന് സുബഹിയാകുമ്പോ മദീനത്തെ പള്ളിയിലെത്തി എന്ന് പറഞ്ഞപ്പോ മുനാഫിക്കുകളൊക്കെ കരഘോഷത്തോടുകൂടി പറഞ്ഞു, ഞങ്ങൾ പണ്ടേ പറയുന്നതാ ഭ്രാന്താണ്, വഇന്നഹു ലമജ്നൂൻ, അവൻ ഭ്രാന്തനാണ് എന്ന് ഞങ്ങൾ പണ്ടേ പറയുന്നതാ. ഇപ്പൊ എങ്ങനെയുണ്ട്? ബുദ്ധിയുള്ളവരെ എങ്ങൾക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ കഴിയോ? അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെയാണല്ലോ, ചെറിയൊരു അവസരം കിട്ടുമ്പോൾ അങ്ങനെയാണല്ലോ അവര് വന്നു. ഇപ്പോഴോ എന്റെ കൂട്ടുകാരൻ പറയുന്നു എന്തുണ്ട് നിനക്ക് പറയാൻ? അപ്പോഴോ ഒരല്പം മൗനമായി നിന്നതിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അദ്ദേഹം അങ്ങനെ പറഞ്ഞു, നിങ്ങൾ എന്താ പറയുന്നത്? അപ്പൊ രണ്ടാമത്തെ ജനഗംഭീരമായ രണ്ടാമത്തെ ശബ്ദം, എന്നാലോ ആ പറഞ്ഞത് സത്യമായിരിക്കും, ആ പറഞ്ഞത് സത്യം തന്നെയാണ്. കൂട്ടരെ നിങ്ങൾ വിശ്വസിക്കുക, മലക്കുകളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, നരകമുണ്ട്, സ്വർഗമുണ്ട്, സിറാത്തുണ്ട്, ഖബറിലെ അദാബുണ്ട്, ഇതെല്ലാം ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിൽ മുകളിൽ ഒരു കാര്യമൊന്നും ഈ പറഞ്ഞതിലില്ല. പിന്നെ എന്തുണ്ട് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കളവാക്കാൻ? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രകൃതം അല്ലേ, ഇടത് കൈ കൊണ്ട് വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കുന്നതും കുടിക്കുന്നതും നിങ്ങൾ വലത് കൈ കൊണ്ടേ ആകാവൂ. നമ്മുടെ ശീലം എന്താ അല്ലേ? അതൊക്കെ ശരി, ഉസ്താദ് പറഞ്ഞതൊക്കെ ശരി, ഉസ്താദിന് അങ്ങനെ ആവാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. ഉസ്താദിന് അങ്ങനെ പലതും പറയാം, പക്ഷേ ജനങ്ങള് എച്ചി കൈകൊണ്ട് ഗ്ലാസ് പിടിക്കുന്നത് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പിന്നെ ശൈത്താനാണ് ഇടത് കൈകൊണ്ട് തിന്നുന്നതും കുടിക്കുന്നതും എന്ന് പറഞ്ഞപ്പോ അത് നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടില്ല അല്ലേ? എന്തൊരു കഷ്ടമാണ്. എന്നാലോ ഒന്നാമത്തെ തപ്പിൽ അബൂബക്കർ ഇല്ലാത്തൊരു സ്വർഗമില്ല, അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ കൊണ്ടെത്തിക്കണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോ ആ സ്വർഗത്തിന്റെ ഒന്നാമത്തെ തപ്പിൽ ആരുണ്ട്? അബൂബക്കറും ഫിൽ ജന്ന. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു. അത് സത്യം തന്നെ. അവിടെ മനസ്സിനൊരു കളങ്കമില്ല, അവിടെ മനസ്സിനൊരു വെറുപ്പമില്ല. ജനങ്ങളിൽ നബിദിനം ആഘോഷിക്കുന്നു. എന്തുകൊണ്ട് നമ്മൾ എതിർക്കുന്നു? അതൊരു തെറ്റായ ഒരു കീഴ്വഴക്കം. ഒരു ദിവസം കൊണ്ട് പ്രവാചകനെ അനുസരിച്ച് ജീവിക്കാൻ ഒരാൾക്കും കഴിയില്ല. നമ്മൾ പറയുന്നത് എന്താ? നമുക്ക് നബിദിനം വേണ്ട, നബി സ്നേഹം മതി. കാരണം എന്താ? ജീവനുള്ള സമയത്തൊക്കെ പ്രവാചകനെ ഇഷ്ടപ്പെടാം. അപ്പോഴല്ലേ ആ പ്രവാചകൻ കടന്നുപോയ സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. മറ്റേതോ റബീഉൽ അവ്വലിലെ തിങ്കളാഴ്ച പ്രവാചക സ്നേഹം കൂട്ടിവെച്ചാൽ അടുത്ത വർഷം വരണം ആ പ്രവാചകനെ സ്നേഹിക്കാൻ. അതുകൊണ്ട് നബിദിനം വേണ്ട കൂട്ടരെ, ഉമ്മത്തെ നമുക്ക് നബി സ്നേഹം മതി.
ജീവിക്കുന്നെങ്കിൽ, ഉണരുന്നുവെങ്കിൽ, ഉറങ്ങുന്നുവെങ്കിൽ അവിടെയൊക്കെ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വേണം. ആ പ്രവാചകൻ ആ സ്വർഗത്തിന്റെ താക്കോൽകൾ, ആ സ്വർഗത്തിൽ പ്രവാചകന്റെ കൂടെ റഫീഖുമാരായി, ചങ്ങാതിമാരായി നമ്മൾ വേണം. സഹോദരങ്ങളെ, അബൂബക്കർ എവിടെ, നമ്മളെവിടെ? ആലോചിക്കുക. അത് മാത്രമല്ല സഹോദരങ്ങളെ, മറ്റൊരു ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും വലിയ ആലിമായ മനുഷ്യൻ, ഏറ്റവും കൂടുതൽ ആലിമായ ഒരു മനുഷ്യൻ. ഞാനൊരു ചരിത്രത്തിന്റെ ഒരു ശകലം പറഞ്ഞു തരാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനോടടുത്ത സമയം പ്രവാചകൻ മദീനത്തെ മിമ്പറിൽ കയറി, എന്നിട്ട് പ്രസംഗം തുടങ്ങാണ്. സഹാബികളൊക്കെ സാധൂതം കേട്ടിരിക്കുകയാണ്. ഒരാൾ ഉറങ്ങുന്നില്ല, ഒരു മടുപ്പില്ല, തലകുറിയുന്നില്ല, കോട്ടുവായില്ല. ആ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരുന്ന ദീനിന്റെ ശകലങ്ങൾ വാരിവെച്ച് അത് ജീവിതത്തിൽ പകർത്തി ഒരാൾക്കത് പഠിപ്പിച്ചു കൊടുത്ത് പുണ്യമാക്കപ്പെട്ട, ശറഫാക്കപ്പെട്ട ജീവിതത്തിന്റെ ഓരോ താളുകളും സ്വന്തം ജീവിതത്തിലും നാട്ടുകാരുടെ ജീവിതത്തിലും നല്ലൊരു മുസ്ലിം ഉമ്മത്തിന്റെ സൃഷ്ടിക്കായി അവർ ആകാംക്ഷയോടുകൂടി പണിയെടുത്തു. അപ്പോഴോ അവർ സാധൂതം കേട്ടിരിക്കുകയാണ്. പ്രവാചകൻ പ്രഭാഷണം ആരംഭിക്കുകയാണ്. എന്താ പ്രഭാഷണത്തിന്റെ ആദ്യത്തെ ലഫ്ള്? ഒരു മനുഷ്യനോട് അല്ലാഹു നിനക്ക് ദുനിയാവ് വേണോ, നിനക്ക് ദുനിയാവ് വേണോ, ആഖിറം വേണോ എന്ന് തന്റെ അടിമയോട് ചോദിച്ചപ്പോ റഹ്മാനായ റബ്ബിനോട് ആ അടിമ മറുപടി പറഞ്ഞു, എനിക്ക് ആഖിറം മതി, എനിക്ക് ആഖിറം മതി. അപ്പോഴോ ഇത് കേട്ടപ്പോ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ചുറ്റുമിരുന്ന സഹാബികൾക്ക് പിടുത്തം കിട്ടിയില്ല. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സഹാബി തന്നെ പറയാണ്, എന്തിനാ ഈ ശേഷം കരയുന്നത്, ഇദ്ദേഹം എന്തിനാ കരയുന്നത്? അപ്പോഴോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ പറഞ്ഞതിന്റെ പൊരുൾ ഇങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. അല്ലേ, പ്രവാചകന്മാരോട് അല്ലാഹു അനുമതി ചോദിക്കും, അവരുടെ വേർപാടിന് അനുമതി ചോദിക്കും. അങ്ങനെ റബ്ബ് ചോദിച്ചു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, അങ്ങേക്ക് വരാനുള്ള സമയമായി, ദുനിയാവ് വേണോ ആഖിറം വേണോ എന്ന് ചോദിച്ചപ്പോ അടിമ തെരഞ്ഞെടുത്തു, എനിക്ക് അല്ലാഹുവിന്റെ അടുക്കലുള്ളത് മതി. അത് ആർക്ക് മനസ്സിലായി? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് മനസ്സിലായി. പ്രവാചകൻ ഞങ്ങളോട് വിടവാങ്ങാൻ പോവാണ്. ആ ഒരു സങ്കടം കാരണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞു. പ്രവാചകന്റെ ആ ഒരു വസിയത്ത് കേട്ടിട്ട് അബൂബക്കർ എന്നവർ കരഞ്ഞു എന്നാണ് ചരിത്രം. ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കാര്യങ്ങളുടെ നേരും നെറിയും വ്യവച്ഛേദിച്ചു മനസ്സിലാക്കാൻ യോഗ്യതയുള്ള ആള്. മാത്രമല്ല സഹോദരങ്ങളെ, സൽക്കർമ്മങ്ങളിൽ ഒരു ചെറിയ ഒരു സൂചിക്കുടൽ കൊണ്ട് അവിടെ ചാണി, ഒരു സൂചിക്കുടൽ കൊണ്ട് കുത്താനൊരു ഇടമുണ്ട്, അവിടെ എനിക്ക് പുണ്യമുണ്ട് എന്ന് പഠിപ്പിച്ചാൽ അവിടേക്ക് താല്പര്യത്തോടുകൂടി നടന്നെടുക്കുന്ന മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരു സംഭവം പറയട്ടെ. പ്രവാചകൻ സുബ്ഹ് നമസ്കരിച്ചു, പുറകിലേക്ക് തിരിഞ്ഞിരുന്നു, എന്നിട്ട് ചോദിച്ചു, സഹാബികളെ, ഇന്ന് ആർക്കാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുള്ളത്? ഇന്ന് ആർക്കാണ് നിങ്ങളുടെ കൂട്ടത്തിൽ നോമ്പുള്ളത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉത്തരം പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, എനിക്കിന്ന് നോമ്പാണ്. രണ്ടാമത്തെ ചോദ്യം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഇന്ന് ആരാണ് ഒരു രോഗിയെ സന്ദർശിച്ചത്? സുബ്ഹിന് പള്ളിയിലെത്തി നമസ്കാരം കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഒരു ചോദ്യം. ഒരു കൃത്യമായ ഒരു സാഹചര്യത്തിൽ ഒരാൾക്കും സൗകര്യപ്പെടാത്ത ഒരു അമല്. അപ്പോഴോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ്, അല്ലാഹുവിന്റെ റസൂലേ, സുബ്ഹിന് വരുന്നതിന് മുമ്പ് എന്റെ സഹോദരൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് അദ്ദേഹത്തിന് ഒരു പ്രയാസമുണ്ട് എന്നറിഞ്ഞപ്പോ രാവിലെ വരെ എങ്ങനെ കഴിച്ചു കൂട്ടി എന്നറിയാൻ ഞാൻ സുബ്ഹിന് മുമ്പ് തന്നെ അദ്ദേഹത്തിന്റെ വീട് സന്ദർശിച്ചു. അപ്പൊ ഞാൻ രോഗിയെയും സന്ദർശിച്ചു. മൂന്നാമത് അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഒരു അഗതിക്ക് ഭക്ഷണം കൊടുത്തവനാരാ? ഒരാഗതിക്ക് ഭക്ഷണം കൊടുത്തവനാരാ? അല്ലാഹുവിന്റെ റസൂലേ, ഞാനുണ്ട്. പള്ളിയിലേക്ക് വന്നപ്പോ ഒരു മനുഷ്യനതാ വിശപ്പ് കൊണ്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. എന്റെ മകന്റെ കയ്യിൽ ഒരു ഷഈറിന്റെ ബാർലിയുടെ ഒരു അപ്പത്തിന്റെ കഷ്ണമുണ്ട്, ഞാനത് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് കൊടുത്തു. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
ശറഫാക്കപ്പെട്ട നാവ് കൊണ്ട് പറഞ്ഞു, അബൂബക്കറേ സന്തോഷിക്കുക, നിനക്ക് സ്വർഗമുണ്ട്, നിനക്ക് സ്വർഗമുണ്ട്. അങ്ങനെയാണ്, പണക്കാരനാണ്, നേതാവാണ്, പക്ഷേ ആ പണം തടസ്സമായില്ല അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ. ആ ഒരു സ്ഥാനം തടസ്സമായില്ല. എന്നാലോ നമ്മൾ കാണുന്നു പണക്കാരെ, നമ്മൾ കാണുന്നു നേതാക്കന്മാരെ, അവർക്ക് ദുനിയാവാണ് വലുത്. ദീനും ദുനിയാവും ഒരുമിച്ച് മത്സരിച്ച് വരുമ്പോ അവർ ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നു. എന്നാലോ അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ ഖാദിമായ ആളുടെ പ്രത്യേകത എന്താ? അദ്ദേഹം ദുനിയാവും ആഖിറത്തും മത്സരിച്ച് വരുമ്പോ ആഖിറത്തിന് പ്രാധാന്യം കൊടുക്കുന്നു. മറ്റൊരു സംഭവം ഞാൻ പറയട്ടെ. നടന്നു പോകുമ്പോ മഹാനായ ബിലാൽ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് ഉയർന്നു കേൾക്കുന്ന മധുരകരമായ ബാങ്കിന്റെ ഉടമ ബിലാൽ ഇബ്നു റബാഹ, അദ്ദേഹത്തിന്റെ യജമാനാൽ മർദ്ദിക്കപ്പെടുന്നു. ഒരേ ഒരു ആവശ്യം മാത്രം, വിളിക്കില്ലാത്തേ, വിളിക്കൊഴിച്ചേ, മുഹമ്മദ് പറഞ്ഞ അല്ലാഹ് അഹദ് അത് പാടില്ല, നമുക്ക് പാരമ്പര്യം മതി എന്ന് നിർബന്ധിച്ചു കൊണ്ടിരിക്കുമ്പോ ആ ഒരു ഭാഗത്തു കൂടി നടന്നു പോകുമ്പോ ബിലാൽ ദയനീയമായി നോക്കുന്നു, രക്ഷിക്കണം എന്ന അർത്ഥത്തിൽ. അങ്ങനെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തതെന്താ? ഒരു വലിയൊരു സമ്പത്ത് ഈ ഒരു മനുഷ്യനെ മോചിക്കണമെങ്കിൽ നീ ചോദിക്കുന്നതാണില്ല. യജമാനനോട് പറയരുത്. പള്ളിയുടെ വരിസംഖ്യ കൂട്ടിയാൽ പള്ളിയുടെ സെക്രട്ടറിയോട് ദാസ്യം പറയുന്നല്ലേ, കേബിളിന് കൂട്ടിയാ പ്രശ്നമില്ല, നെറ്റിന് കൂട്ടിയാ പ്രശ്നമില്ല, പള്ളിയുടെ ഏതെങ്കിലും ഒരു നിലക്ക് പിരിവ് ചോദിച്ചാൽ ഞാൻ ആ പള്ളിയിലേക്കില്ല. എപ്പോഴും അവിടെ പിരിവാണ്, എപ്പോഴും അവിടെ പിരിവാണ്. നമ്മുടെ മനോഗതമാണ് പറയുന്നത്. എന്നാലും ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദർസിൽ പങ്കെടുത്ത വ്യക്തി പറയുന്നത് എന്താ പറയുന്നത്? നീ പറയുന്നതാണ് നിന്റെ അടിമക്ക് വില. വലിയൊരു വില പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തന്നാൽ ബിലാലിനെ നീ മോചിപ്പിക്കുമോ? അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു മുഅദ്ദിനു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനായി തീർന്നു. ഇതൊരു ചരിത്രം. ഒന്നാമത്തെ തൊപ്പിലിരിക്കുന്ന, സ്വർഗത്തിലെ ഒന്നാമത്തെ തൊപ്പിലിരിക്കുന്ന ആളുടെ മഹത്വമാണ് ഈ പറഞ്ഞത്. നമുക്കോ തൊട്ടടുത്ത് പള്ളിയുണ്ട്, വാഹനമുണ്ട്, സൗകര്യങ്ങളുണ്ട്, എന്നിട്ട് പോലും എന്റെ സുബ്ഹ് എവിടെയാ? എന്റെ സുബ്ഹിന്റെ ജമാഅത്തിന്റെ അവസ്ഥ എന്താ? ഒരു മനുഷ്യൻ അതിശക്തമായ കഠിനമായ രോഗി പോലും ഉറങ്ങുന്ന സമയം, പുലരാകാലമുള്ള സമയം, അവിടെ നിങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് റബ്ബിനോട് ദുആയിരുന്നു, അതിന് നിങ്ങൾക്ക് പ്രതിഫലമുണ്ട് എന്ന് പഠിപ്പിച്ച ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ 14 നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറത്തെത്തിയപ്പോ തഹജ്ജുദ് പോയിട്ട് ഫർളായ സുബ്ഹിന് പോലും പള്ളിയിലേക്ക് വരാത്ത ഒരു അവസ്ഥ കാണുമ്പോ അബൂബക്കർ എവിടെ, നമ്മൾ എവിടെ എന്ന് ആലോചിക്കേണ്ടുന്ന ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നു കൂട്ടരെ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ അത് നമുക്ക് ഈമാനികമായ ആവേശമാണ്. അവരോടൊപ്പമുള്ള സൽക്കർമ്മങ്ങളെ നമ്മുടെ സാധ്, നമ്മുടെ വിഭവം കൂട്ടാനുള്ള കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി കർമ്മപദത്തിൽ സജീവമായി നമ്മൾ മുന്നേറുക. റഹ്മാനായ റബ്ബ് ഈ ലോകത്തും വിജയം വരിക്കുന്ന മുത്തഖീങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ والعاقبة للمتقين فلا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി റഹ്മാനായ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ അവിടെയുള്ള ഉമ്മത്തിന്റെ വിശ്വാസം എന്തായിരുന്നു? വളരെ ഗൗരവത്തോട് പ്രാധാന്യത്തോടു കൂടി നമ്മുടെ മനസ്സിലെത്തുന്ന ഒരു ഭാഗമാണ്. അല്ലാഹ് ഇല്ല എന്ന് പറഞ്ഞിരുന്ന ആളുകളോടാണോ പ്രവാചകൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്? നിരീശ്വരവാദികളായിട്ടുള്ള ആളുകളോടാണോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്?
അതല്ല അള്ളാഹിനെ കുറിച്ച് പരിചയമേ ഇല്ല, അങ്ങനെയുള്ള ആളുകളോടാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത്? നമുക്കറിയാമല്ലോ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുമ്പോൾ മക്കയിലെ ജനങ്ങളുടെ നേതാവാണ് അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി, അല്ലാഹു അവനെ ശപിക്കട്ടെ. അയാളുടെ വിശ്വാസം എന്തായിരുന്നു? നമ്മൾ പ്രത്യേകം പഠിക്കണം. വിശുദ്ധ ഖുർആൻ അത് കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ലോകം പടച്ചത് അല്ലാഹുവാണ് എന്നത് അബൂജഹലിന്റെ വിശ്വാസമാണ്. ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ് എന്നുള്ളത് അബൂജഹലിന്റെ വിശ്വാസമാണ്. മുദബ്ബിർ കാര്യങ്ങളെ നിയന്ത്രിക്കുന്നവൻ അല്ലാഹുവാണ് എന്നത് അബൂജഹലിന്റെ വിശ്വാസമാണ്. മുജീർ സംരക്ഷകൻ, ആളുകളെ അപകടത്തിൽ നിന്ന് രക്ഷിക്കുന്നവൻ അല്ലാഹുവാണ് എന്നുള്ളത് അബൂജഹലിന്റെ വിശ്വാസമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നത് നോക്കൂ, വലഇൻ സഅൽതഹും, ഓ നബിയേ നിങ്ങൾ അവരോട് ചോദിച്ചു നോക്കുക, മൻ ഖലഖസ് സമാവാതി വൽ അർദ്, സമാവാത്തിനെയും അർളുകളെയും ആകാശങ്ങളെയും ഭൂമിയെയും ആരാണ് പടച്ചത് എന്ന് മുഹമ്മദ് നബിയെ അവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. വസഖറ ശംസ വൽ ഖമർ, സൂര്യനെയും ചന്ദ്രനെയും അധീനപ്പെടുത്തുന്നവൻ നിയന്ത്രിക്കുന്നവൻ ആരാണ് എന്ന് മുഹമ്മദ് നബിയെ അങ്ങൊന്ന് അവരോട് ചോദിച്ചു നോക്കുക. ലയഖൂലുന്നല്ലാഹ്, അവർ പറയും, അബൂജഹൽ പറയും, ഉത്ബത്ത് പറയും, ശൈബത്ത് പറയും, ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണ് അതൊക്കെ ചെയ്യുന്നത്. ഫഅന്നാ യുഫകൂൻ, പ്രവാചകരെ ചോദിച്ചു നോക്കുക, പിന്നെ എവിടെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? സഹോദരങ്ങളെ, ബദർ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിച്ചു മനസ്സിലാക്കിയതാണ്. ഒരു ഭാഗത്ത് അബൂജഹലും ഒരു ഭാഗത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും. അല്ലാഹുവാണ് ലോകം പടച്ചതെന്ന് വിശ്വസിക്കുന്ന അബൂജഹൽ ഒരു ഭാഗത്ത്, റാസിഖായ അല്ലാഹു ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അബൂജഹലാണ്. അതേപോലെ തന്നെ മുദബ്ബിറും മുജീറും അല്ലാഹുവാണെന്ന് വിശ്വസിക്കുന്ന അബൂജഹൽ. എന്നാലോ ആ അബൂജഹലിൽ നിന്ന് നമ്മുടെ ഹബീബ് മാറി നിന്ന വഴിയേതാണ്. എവിടെയാണ്? ഇതെല്ലാം പ്രവാചകനും അംഗീകരിക്കുന്നു. എന്നാൽ പ്രവാചകൻ സ്വർഗത്തിലേക്കും അബൂജഹൽ നരകത്തിലേക്കും പോയ വഴി എവിടെ? എവിടെയാണ് ആ ഒരു വകതിരിവ്, വേർതിരിവ് വന്നത്? വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അവര് പറഞ്ഞതെന്താ? അല്ലാഹുവിലേക്ക് ഞങ്ങൾ അടുപ്പിക്കാനാണ് ലാത്തയുടെ പിന്നാലെ ഞങ്ങൾ പോകുന്നത്, മനാത്തയുടെ പിന്നാലെ പോകുന്നത്. അല്ലാഹുവിലേക്ക് ഞങ്ങളെ പരിചയപ്പെടുത്താൻ ഈ നാട്ടിൽ നിന്ന് നമ്മൾ ജയിച്ചു വിട്ട ഒരു MLA, ആ MLA വഴി നമുക്ക് മന്ത്രിയെ കാണാൻ പറ്റുള്ളൂ. ഈ ഒരു മണ്ഡലത്തിൽ നിന്ന് ഞാൻ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച പാർട്ടിക്കാരനായ മുഖ്യമന്ത്രിയെ കാണണമെങ്കിൽ ഞാൻ നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് ചെയ്ത ആളാണ്, എനിക്ക് നിങ്ങളോട് കാണണമെന്ന് പറഞ്ഞാൽ പാറാവുകാരൻ കടത്തിവിടൂല. പാറാവുകാരൻ കടത്തിവിടൂല. നീ ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്താലും നിന്നെ ഈ മുഖ്യമന്ത്രിക്ക് അറിയില്ല. നീ ഒരു അടയാളം, ഒരു തെളിവ് കൊണ്ടുപോവാ. അപ്പൊ എന്ത് വേണം? ഇവിടുത്തെ മെമ്പറെ പിടിക്കണം, മെമ്പറെ വഴി MLA പിടിക്കണം, MLA മുഖാന്തരം മുഖ്യമന്ത്രിയെ കാണാൻ കഴിയുള്ളൂ. എത്ര സുന്ദരമായ ഉദാഹരണം, എത്ര സുന്ദരമായ ഉദാഹരണം. ഇതേപോലെ നമ്മളെ പടച്ചു പരിപാലിച്ച റബ്ബിലേക്കും അങ്ങനെയേ പാടുള്ളൂ എന്ന് പറയുമ്പോൾ റബ്ബാര നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനാണോ? നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനാണോ? അല്ല. വനഹനു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്, നിങ്ങളുടെ ജീവനാഡിയേക്കാൾ നിങ്ങളോട് അടുത്തവനാണ് ഞാനെന്ന് പറയുമ്പോൾ നമ്മളുടെ ജീവനേക്കാൾ നമ്മുടെ അടുത്തുണ്ട് ആര്? നമ്മുടെ റബ്ബ്. ഏതുപോലെ നമ്മുടെ ഭാര്യയ്ക്കൊരു ഡ്രസ്സ് വേണം, ഭാര്യ എന്ത് ചെയ്യുന്നു? അയൽവാസിയായ പെണ്ണിനോട് പോയിട്ട് പറയുന്നു, പെണ്ണേ നീ എന്റെ ഭർത്താവിനോടൊന്ന് റെക്കമെൻഡ് ചെയ്യ്, എനിക്കൊരു ഡ്രസ്സ് വേണം. അപ്പോഴോ ആ ഒരു പെണ്ണ് വന്ന് നമ്മളോട് റെക്കമെൻഡ് ചെയ്യുന്നു, നിങ്ങളുടെ ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് വേണം പോലും. നമ്മൾ ആകെ അത്ഭുതപ്പെട്ടു പോകുന്നു. ഇന്നലെ രാത്രി രാവിലെ വരെ എന്റെ കൂടെ കിടന്ന എന്റെ ഭാര്യയ്ക്ക് ഒരു ഡ്രസ്സ് വേണമെന്ന് നിങ്ങളാണോ എന്നോട് പറയേണ്ടത്? എത്രമാത്രം വിത്തരമാണത്! അല്ല പറയുന്നു ജീവനേക്കാൾ അടുത്തവൻ. അത്
അവനിലേക്ക് അടുപ്പിക്കേണ്ട, അവനിലേക്ക് പരിചയപ്പെടുത്താൻ ഒരാളും വേണ്ട, ഒരു ശേഖും വേണ്ട, ഒരു തങ്ങളും വേണ്ട, ഒരു ബീവിയും വേണ്ട, ഒരു ഉസ്താദിന്റെ വെള്ളവും വേണ്ട. പക്ഷേ അള്ളാഹുവിന്റെ വെള്ളം കുടിച്ച് ആ മനുഷ്യന്മാർക്ക് അള്ളാഹിനെ വിശ്വാസമില്ല. അള്ളാഹിന്റെ പടപ്പിന്റെ വെള്ളം കുടിക്കണം, അപ്പോഴാണ് അവന്റെ ബുദ്ധി കത്തുന്നത്. എത്രമാത്രം ബുദ്ധികളാണ് മനുഷ്യന്മാർ ആലോചിക്കും. അള്ളാഹു ഒരു തുള്ളി മഴ ഇന്ന് ഈ ഓരിമുക്ക് പ്രദേശത്ത് ഈ വർഷമില്ല എന്ന് പറയുമ്പോ അള്ള ചോദിക്കുന്നു, കൂട്ടരെ, ബോറിൽ വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കുന്നവൻ, കിണറിൽ വെള്ളം കൊണ്ടുവന്ന് നിറയ്ക്കുന്നവൻ ഉസ്താദിന് കഴിയോ? പുലരാൻ കാലത്ത് ടോക്കൺ എടുക്കുന്ന ഉസ്താദിന് കഴിയോ? ഒരു തുള്ളി വെള്ളം, നിങ്ങൾക്കതിന്റെ സമവാക്യം അറിയാം. ഒരു വെള്ളം എങ്ങനെ ഉണ്ടാവുന്നു അതിന്റെ സമവാക്യം നിങ്ങൾക്കറിയില്ലേ? എന്നാലോ ഒരു കുപ്പി വെള്ളം സ്വന്തമായി ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയോ? കഴിയില്ല. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ പറഞ്ഞത്. നബിയേ, അന്ന് പ്രഖ്യാപിക്കുക, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനോട് ദുആയിരക്കുകയുള്ളൂ, വലാ ഉശ്രികു ബിഹി അഹദാ, അവനോട് ഒരു പങ്കും ഒരാൾക്കും ഞാൻ വകവെച്ചു കൊടുക്കുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി പറഞ്ഞത്. സഹോദരങ്ങളെ, അവിടെ നിന്നാ മതി, ആ പ്രവാചകന്റെ കൂടെ നിന്നാ മതി, അതിന്റെ അപ്പുറം നമ്മൾ പോകണ്ട. നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് മഗ്രിബ് നമ്മൾ 4 നിസ്കരിക്കാറില്ലല്ലോ, 3 തന്നെയല്ലേ നിസ്കരിക്കാറുള്ളൂ, 2 ആക്കാറില്ലല്ലോ, 3-ൽ തന്നെ നിൽക്കണം. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതിന്റെ അപ്പുറവും പോയി കൂടാ, അതിന്റെ ഇപ്പുറവും വന്നുകൂടാ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആദർശം അത് പരമപ്രധാനമാണ്. അത് ജീവിതത്തിന്റെ ഭാഗമാക്കിയെങ്കിൽ മാത്രമേ മരണശേഷത്തോടു കൂടി തുടങ്ങുന്ന ഒരു വലിയ ലോകത്ത് നമ്മൾ രക്ഷപ്പെടുകയുള്ളൂ. ഇവിടെ ആ ഒരു ലോകത്തെ താരതമ്യം ചെയ്തുകൊണ്ട് പ്രവാചകൻ പഠിപ്പിച്ചതെന്താ? സമുദ്രത്തിൽ ഒരാൾ വിരൽ മുക്കിയാൽ എത്ര തുള്ളി വെള്ളം അയാളുടെ വിരൽ തമ്പുകളിൽ ഉണ്ടാവും, അതുപോലെയേ ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര പ്രാധാന്യത്തോടു കൂടി നമ്മളത് കാണണം. പക്ഷേ നമ്മളെല്ലാവരും ഗഫലത്തിലാണ്, അശ്രദ്ധയിലാണ്, അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് ഭൂരിഭാഗം ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മുടെ വിശ്വാസം നമ്മൾ രക്ഷിക്കാൻ, അത് പഠിക്കാൻ, അത് മനസ്സിലാക്കാൻ നമ്മൾ പ്രാധാന്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് വരിക. റഹ്മുർ-റഹീമായ നാഥൻ ഈ ലോകത്ത് വിജയം വരിക്കുന്ന സത്യങ്ങളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതേപോലെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചിരിക്കാനുള്ള ഭാഗ്യം നൽകി അല്ലാഹു നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതാവസാനം വരെ തഖ്വയോടുകൂടി ജീവിച്ച് മരണപ്പെട്ടു പോകാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. അവസാന ശ്വാസത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദത്ത് ചൊല്ലി മരിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. ലളിതമായ ഉച്ചാരണം